കോൺഗ്രസിന് തന്റെ സേവനം ആവശ്യമില്ലെങ്കിൽ തനിക്ക് മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ എം പി. നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ കോൺഗ്രസ് മൂന്നാം തവണയും കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കും. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു പ്രധാന നേതാവിന്റെ അഭാവമുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു. ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ മലയാളം പോഡ്കാസ്റ്റിലാണ് ശശി തരൂരിന്റെ പ്രതികരണം. പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, ലേഖന വിവാദം ഒന്ന് അടങ്ങി വരുമ്പോഴാണ് വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമാകുന്ന തരത്തിൽ വീണ്ടും ശശി തരൂരിന്റെ പ്രതികരണം വരുന്നത്. കോൺഗ്രസിനെതിരെ എന്തൊക്കെയാണ് ശശി തരൂർ വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത്? ദിവ്യ, എന്തായാലും ശശി തരൂർ തന്റെ നിലപാട് കടുപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ശശി തരൂർ സംസ്ഥാന നേതൃത്വത്തിനെതിരെ പല വിമർശനങ്ങൾ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാനത്ത് കോൺഗ്രസിൽ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ അഭാവമുണ്ട്. ഇത്തരത്തിൽ കോൺഗ്രസ് നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുവെന്നും തരൂർ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതുകൂടാതെ തന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടും തരൂർ ചില പരാമർശങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. തരൂർ ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിന് അതീതമായി തിരുവനന്തപുരത്ത് തനിക്ക് വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. അത് പാർട്ടി വോട്ടുകൾ മാത്രമല്ല, ആ വോട്ടുകളുടെ അടക്കം ഉള്ളതുകൊണ്ട് തന്നെയാണ് താൻ തിരുവനന്തപുരത്ത് 4 പ്രാവശ്യം വിജയിച്ചു വന്നതെന്നും തരൂർ ചൂണ്ടിക്കാണിക്കുകയാണ്. കൃത്യമായി തരൂർ ചൂണ്ടിക്കാണിക്കുന്നത് താൻ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. താൻ ഉന്നയിക്കുന്നത് സംസ്ഥാനത്തൊരു നേതാവിന്റെ അഭാവമുണ്ട്, കൃത്യമായ പ്രവർത്തനം നടക്കുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ തരൂർ ഉയർത്തുകയാണ്. ഇത് ഘടകകക്ഷികൾക്കും അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിലെ ചില നേതാക്കൾക്കും സമാനമായ അഭിപ്രായമുണ്ട്. അത് അവർ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും തരൂർ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതുകൂടാതെ തരൂർ വലിയ മുന്നറിയിപ്പാണ് സംസ്ഥാന നേതൃത്വത്തിന് നൽകുന്നത്. തനിക്ക് വേണ്ടി അല്ലെങ്കിൽ തന്റെ സേവനം കോൺഗ്രസിന് ആവശ്യമില്ലെങ്കിൽ തന്റെ മുന്നിൽ മറ്റ് വഴികളുണ്ടെന്നും തരൂർ ചൂണ്ടിക്കാണിക്കുന്നു. അത് മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് ചേക്കേറുന്നതാണോ എന്ന് തരൂർ വ്യക്തമാക്കിയിട്ടില്ല. താനൊരു എഴുത്തുകാരനാണ്, തന്റെ മുന്നിൽ മറ്റ് വഴികളുണ്ടെന്നടക്കം തരൂർ ചൂണ്ടിക്കാണിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ശശി തരൂർ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും തരൂർ തന്റെ നിലപാടിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകുന്നില്ല. കൂടുതൽ പ്രസ്താവനകൾ ഇപ്പോൾ തരൂർ നടത്തിയിരിക്കുകയാണ്. ഇതുകൂടാതെ തന്നെ ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ടും തരൂർ ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 19% വോട്ട് മാത്രമാണ് ലഭിച്ചത്. 20 മുതൽ 26% വോട്ട് ലഭിച്ചാൽ മാത്രമേ വീണ്ടും കോൺഗ്രസിന് അധികാരത്തിലെത്താൻ സാധിക്കുമെന്നും തരൂർ വിമർശിക്കുന്നുണ്ട്. കൃത്യമായ മാറ്റങ്ങൾ വരണമെന്നൊരു ആവശ്യം കൂടി തരൂർ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതുകൂടാതെ തന്നെ തരൂർ പ്രധാനമായും പറയുന്നത് സോണിയാഗാന്ധിയും അതുപോലെ തന്നെ മൻമോഹൻ സിംഗ്, രമേശ് ചെന്നിത്തല എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ ആവശ്യപ്രകാരമാണ് താൻ കോൺഗ്രസിലേക്ക് എത്തിയത്. എന്തായാലും ഇത്തരം ആവശ്യം ഉന്നയിച്ച് താൻ എത്തിയ തനിക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്നൊരു വിമർശനം തരൂർ വീണ്ടും ശക്തമാക്കുകയാണ്. ഇതുകൂടാതെ തന്നെ പല സർവേകളിലും സംസ്ഥാന നേതൃത്വത്തിൽ തനിക്കും അവകാശമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നതായും തരൂർ വ്യക്തമാക്കുന്നു. എന്തായാലും സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഒരു തുറന്ന പോരിന് തരൂർ തയ്യാറാകുന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രവർത്തനത്തിൽ കൃത്യമായ അതിർത്തി തരൂർ ചൂണ്ടിക്കാണിക്കുന്നു. തന്റെ സേവനങ്ങൾ ആവശ്യമില്ലെങ്കിൽ തന്റെ മുന്നിൽ മറ്റു വഴികളുണ്ടെന്നും തരൂർ മുന്നറിയിപ്പ് നൽകുകയാണ്. ശശി തരൂർ ഉള്ളത് വീണ്ടും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പടപൊരുതാൻ തന്നെ ശശി തരൂർ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു പ്രധാന നേതാവിന്റെ അഭാവമുണ്ട്, കോൺഗ്രസിന് തന്നെ വേണ്ട എങ്കിൽ തനിക്ക് മറ്റു വഴികളുണ്ട് എന്നാണ് ശശി തരൂരിന്റെ പ്രതികരണം. വലിയ രീതിയിലുള്ള വിവാദത്തിലേക്കും ചർച്ചകളിലേക്കും വഴിവെക്കാവുന്ന പ്രതികരണം തന്നെയാണ് വീണ്ടും ശശി തരൂരിൽ നിന്നുണ്ടായിരിക്കുന്നത്.